അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. അനർത്ഥമുണ്ടെന്നു ഞാൻ ഭയപ്പെടില്ല, തോൽവി വരുമെന്നും ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ശത്രു ജയിക്കുമെന്നു ഭാവി നശിക്കുമെന്നു ഇനിമേൽ ഞാൻ ഭയപ്പെടില്ല. ഞാനൊട്ടും പിന്മാറുകില്ല, വിശ്വാസ ചുവടുകൾ മുന്നോട്ട് മുന്നോട്ട്. ആരെല്ലാം എതിർത്താലും എന്തെല്ലാം ഭവിച്ചാലും പിന്മാറുകില്ല ഇനി ഞാൻ. അധികാരത്തോടെ ഇനി കൽപ്പിക്കും ഞാൻ, പ്രതികൂലങ്ങൾ മാറിപ്പോകും. ഒന്നും അസാധ്യമായില്ലെൻ്റെ മുന്നിലിനി ജയം എനിക്കുണ്ട്. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനയല്ല. രോഗത്തിനോ ഇനി ശാപത്തിനോ പാപത്തിനോ ഞാൻ അധീനയല്ല. സാത്താന്യ ശക്തിയിന്മേൽ ശാപബന്ധനത്തിന്മേൽ ജയം എനിക്കുണ്ട്. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. 142 സങ്കീർത്തനം 7 വാക്യം നമുക്ക് ആദ്യം വായിച്ചു കേൾക്കാം. ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ പ്രാണനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ഞാൻ നിന്റെ നാമത്തിന് സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. 79 സങ്കീർത്തനം ഒടുവിലത്തെ വാക്യം 13 വാക്യം. സങ്കീർത്തനം 79:13. എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചിൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നിന്റെ ജനവും നിന്റെ മേച്ചൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും. തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ചിന്താവിഷയം മരണാനന്തരാവസ്ഥ എന്നുള്ളതാണ്. മരണാനന്തരാവസ്ഥയെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് ലഭിക്കുന്നതായ 3 ചോദ്യങ്ങളും തിരുവചനത്തിൽ നിന്ന് അതിനുള്ളതായ മറുപടിയും കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു. ആകെ തിരുവചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ 7 ചോദ്യങ്ങൾ മരണത്തിന് ശേഷം എന്ത് എന്നതിനെക്കുറിച്ച് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. നാം ചിന്തിച്ചത് ആ ഒടുവിലത്തെ ചില കാര്യങ്ങളാണ്. നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? മരിച്ചവർക്ക് കർത്താവേ നീ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ എന്ന്
8-ാമത്തെ സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ശവക്കുഴിയിൽ നിന്റെ ദയയെയും വിനാശത്തിൽ നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുമോ? അന്ധകാരത്തിൽ നിന്റെ അത്ഭുതങ്ങളും വിസ്മൃതിയുള്ള ദേശത്ത് നിന്റെ നീതിയും വെളിപ്പെടുമോ? ഇതിൽ ചിലതെല്ലാം നാം ചിന്തിച്ച കാര്യങ്ങളാണ്. കഴിഞ്ഞ പ്രാവശ്യം നീ മരിച്ചവർക്ക് അത്ഭുതങ്ങൾ കാണിച്ചു കൊടുക്കുമോ? മൃതന്മാർ എഴുന്നേറ്റ് നിന്നെ സ്തുതിക്കുമോ? ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുകയാണ് 79-ാം സങ്കീർത്തനം 13-ാം വാക്യത്തിൽ, എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചൽപ്പുറത്തെ ആടുകളുമായി ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. ഞങ്ങൾ നിന്നെ സ്തുതിക്കും. ഞങ്ങൾ മരണശേഷവും നിന്നെ സ്തുതിക്കും. മരിച്ചതിന് ശേഷവും ഞങ്ങൾ നിന്നെ സ്തുതിക്കും. മരണശേഷവും ഞങ്ങൾ തലമുറയോളം, തലമുറകൾ മാറിപ്പോകും, യുഗങ്ങൾ നീങ്ങിപ്പോകും, എന്നാൽ ഞങ്ങൾ നിന്റെ ജനമാണ്, ഞങ്ങൾ നിന്റെ മേച്ചൽപ്പുറത്തെ ആടുകളാണ്. നാഥ, നീ ഞങ്ങളുടെ ഇടയനാണ്. അതുകൊണ്ട് ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. തലമുറയോളം നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും. മരിച്ചതിന് ശേഷം നാം നിത്യതയിൽ കടന്നു ചെല്ലുമ്പോൾ ദൈവ സന്നിധിയിൽ ചെന്ന്, ദൈവ രാജ്യത്തിൽ ചെന്ന് നാം ദൈവത്തെ സ്തുതിക്കുമെന്നാണ് തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത്. ദൈവത്തിൻ്റെ ഈ തിരുവെഴുത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. നിത്യത എന്നുള്ളത് 2 അനുഭവം ഉണ്ടെന്ന്, 2 സ്ഥലമുണ്ട് എന്ന്. ഒന്ന് നിത്യദണ്ഡനം, 2 നിത്യജീവൻ അല്ലെങ്കിൽ നിത്യസ്വർഗം. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം വായിക്കുമ്പോൾ ചിലർ നിത്യദണ്ഡനത്തിലേക്ക് പോകുന്നു, ചിലർ നിത്യജീവങ്കിലേക്ക് പോകുന്നു എന്ന് നാം കാണുന്നു. നിത്യദണ്ഡനത്തിലേക്ക് പോകുന്നവരുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് കർത്താവ് പറയുന്നതാണ്. ന്യായ സമയത്ത് കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ. എന്നാൽ വീണ്ടും കർത്താവ് പറയുന്നു, വലത്തേതിൻ്റെ ആളുകളോട് കർത്താവ് പറയുന്നത് എന്താണ്? വലത്തേതിൻ്റെ ആളുകളോട് കരുണയുള്ള കർത്താവ് പറയുന്നു, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. 34-ാം വാക്യം നമുക്ക് കേൾക്കാം. രാജാവ് തൻ്റെ വലത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ, ലോകത്തിൻ്റെ സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യം നിങ്ങൾ അവകാശമാക്കിക്കൊള്ളുവീൻ. ഇത് കഴിഞ്ഞ് ഒടുവിലത്തെ വാക്യത്തിൽ പറയും, 46-ാം വാക്യത്തിൽ പറയും, ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ നിത്യജീവങ്കിലേക്കും പോകും. ഒരു കൂട്ടം ആളുകൾ നിത്യദണ്ഡനത്തിലേക്ക് പോകും, വേറൊരു കൂട്ടം ആളുകൾ നിത്യജീവങ്കിലേക്ക് പോകും. ആരാണ് നിത്യജീവങ്കിലേക്ക് പോകുന്നത്? നീതിമാന്മാർ നിത്യജീവങ്കിലേക്ക് പോകും. നീതിമാന്മാർ. സഹോദരങ്ങളെ, കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിത്യദണ്ഡനം എന്താണ് എന്ന്. അതിനെക്കുറിച്ച് 25-ാം അധ്യായം 30-ാം വാക്യത്തിൽ പറയുന്നു. 30-ാം വാക്യത്തിൽ 25-ാം അധ്യായം 30-ാം വാക്യം, എന്നാൽ കൊള്ളരുതാത്ത ദാസനെ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ. അത് ഏറ്റവും പുറത്തുള്ള ഇരുളാണ്. ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. അത് നിത്യദണ്ഡനമാണ്. യേശുക്രിസ്തു തന്നെ പറഞ്ഞതാണ്. ഇറ്റേണൽ ടോർച്ചർ, നിത്യമായ ദണ്ഡനം കർത്താവായ യേശു തന്നെ പറഞ്ഞതാണ്. അതിനെക്കുറിച്ച് വീണ്ടും നമുക്ക് ഈ തിരുവചനത്തിൽ തന്നെ കാണാം. 22-ാം അധ്യായം 13-ാം വാക്യവും 8-ാം അധ്യായം 12-ാം വാക്യവും വായിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 22-13 8-12 വായിക്കുമ്പോൾ നമുക്ക് കാണാം, രാജാവ് ശുശ്രൂഷക്കാരോട് ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവീൻ. ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളവീൻ.
അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. 8-ാം അധ്യായം 12-ാം വാക്യം അവിടെയും ഇത് തന്നെയാണ് പറയുന്നത്. നിത്യദണ്ഡനം, ഇറ്റേണൽ ടോർച്ചർ. രാജ്യത്തിന്റെ പുത്രന്മാരെയോ ഏറ്റവും പുറത്തുള്ള ഇരുട്ടിലേക്ക് തള്ളിക്കളയും. രാജ്യത്തിന്റെ പുത്രന്മാരായി അറിയപ്പെട്ടവരാണ്. അവര് വളരെ ഭക്തിയോടെ പുറമേ കാണപ്പെട്ടവരാണ്. അവര് പല നീതി പ്രവൃത്തികളും ചെയ്യുന്നവരാണ്. അവർ ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി അറിയപ്പെട്ടവരാണ്. എന്നാൽ അവരുടെ ജീവിതത്തിലെ പാപം മാറിയില്ല. അവരുടെ ജീവിതത്തിൽ പൈശാചികമായ സ്വാധീനവും ബന്ധനവും അഴിഞ്ഞില്ല. തന്മൂലം അവർ മരിച്ചതിന് ശേഷം അവർക്ക് സംഭവിക്കുന്നത് എന്താണ്? അവർ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോയതിനു ശേഷം നിത്യയാതന, നിത്യദണ്ഡനം, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. സഹോദരങ്ങളെ, എന്നാൽ നീതിമാന്മാർ നിത്യജീവങ്കിലേക്ക് പോകും. ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്ന് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ഒരു നീതിമാനായി തീർന്നാൽ മതി. ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാനൊരു വിശുദ്ധനായി തീർന്നാൽ മതി. ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ സാത്താൻ്റെ കെട്ടുകൾ പൊട്ടി ഞാൻ സ്വതന്ത്രനായാൽ മതി. ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ സാത്താൻ്റെ ബന്ധനങ്ങൾ അഴിഞ്ഞ് ഞാൻ സ്വതന്ത്രനായി തീർന്നാൽ മതി. സാത്താൻ്റെ ബന്ധനങ്ങളുണ്ട്. സാത്താൻ്റെ ബന്ധനങ്ങൾ, പൈശാചികൻ്റെ ബന്ധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കർത്താവേ, നിന്റെ നാമത്തെ ഞാൻ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. ആത്മാവ് കാരാഗ്രഹത്തിലാണ്. ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ ആത്മാവ് പൈശാചികൻ്റെ ബന്ധനത്തിലാണ്. സാത്താൻ്റെ ജയിൽ പുള്ളിയാണ്. പുറമേ സാത്താനെ കാണുന്നില്ല, പുറമേ ഒരു കാരാഗ്രഹം കാണുന്നില്ല. എന്നാൽ സാത്താൻ്റെ കാരാഗ്രഹത്തിലാണ്. കർത്താവേ, നിന്റെ നാമത്തെ സ്തോത്രം ചെയ്യേണ്ടതിന് എൻ്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ നിന്ന് പുറപ്പെടുവിക്കണമേ. എൻ്റെ ആത്മാവ് ഇന്ന് കാരാഗ്രഹത്തിലാണ്. പാപം മൂലം കാരാഗ്രഹത്തിലായിപ്പോയ ആത്മാവ് മോചനം പ്രാപിക്കാനായി ദൈവത്തോട് യാചിക്കുകയാണ്. കാരണം ദൈവമാണ് കാരാഗ്രഹത്തിൽ നിന്ന് മോചനം തരുന്നത്. ഭൂമിയിൽ ഒരു മനുഷ്യനും കാരാഗ്രഹത്തിൽ നിന്ന് മോചനം തരുന്നില്ല. പാപത്തിൻ്റെ കാരാഗ്രഹത്തിൽ നിന്ന്, പാപത്തിൻ്റെ ചങ്ങലക്കെട്ടുകളിൽ നിന്ന്, പൈശാചികൻ്റെ ജയിലറയിൽ നിന്ന്, സാത്താൻ്റെ കൽത്തുറുങ്കിൽ നിന്ന് മോചനം തരുന്നത് ക്രിസ്തുവാണ്. കാരണം ഈ തിരുവചനം പറയും, യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ നാം കാണുന്നു, പിശാചിൻ്റെ പ്രവൃത്തികളൊക്കെയും അഴിപ്പാൻ തന്നെ ദൈവോത്രൻ പ്രത്യക്ഷനായി. നമുക്ക് വായിക്കാം 8-ാം വാക്യം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവോത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവോത്രൻ പ്രത്യക്ഷനായി. കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാനാണ്. സാത്താന്റെ കെട്ടുകളെ പൊട്ടിക്കുവാനാണ്. സാത്താൻ്റെ ബന്ധനങ്ങൾ അഴിച്ചു മാറ്റുവാനാണ്. മനുഷ്യൻ്റെ പാപത്തിൻ്റെ ചങ്ങലക്കെട്ടുകൾ പൊട്ടിക്കുവാനാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അല്പം ഭാവന കലർത്തി ഉള്ളതായ ഒരു സംഭവം വായിക്കുകയുണ്ടായി. ഭാവനയാണ്. പണ്ട് രാജാക്കന്മാർ വാണിരുന്ന കാലം ഒരാൾ രാത്രി കിടന്നുറങ്ങുകയായിരുന്നു. സൗഖ്യമായി സ്വന്തം വീട്ടിൽ സന്തോഷമായി ജീവിക്കുന്ന മനുഷ്യൻ, കുടുംബമായി ജീവിക്കുന്ന മനുഷ്യൻ, മക്കളും ഭാര്യയും എല്ലാമായി കഴിയുന്ന മനുഷ്യൻ, അയാൾ രാത്രി ഉറങ്ങിക്കിടക്കുകയായിരുന്നു. പെട്ടെന്ന് വാതിൽ ഇടിച്ചു തുറന്ന് ചിലരകത്ത് കടന്നു വന്നു. അകത്ത് കടന്നു വന്നിട്ട് ഈ മനുഷ്യനെ പിടിച്ചു. എല്ലാവരും വാവിട്ട് നിലവിളിക്കുമ്പോൾ, ഭാര്യയും കുഞ്ഞുങ്ങളും മാതാപിതാക്കളും വാവിട്ട് കരയുമ്പോൾ, ഈ മനുഷ്യനെ ആ ദുഷ്ടമനുഷ്യർ പിടിച്ചു കൊണ്ടുപോയി ഒരു വാഹനത്തിൽ കയറ്റി, അവൻ്റെ കണ്ണ് മൂടിക്കെട്ടി വാഹനത്തിൽ കയറ്റി എങ്ങോ കൊണ്ടുപോയി. എത്ര നേരം യാത്ര ചെയ്തെന്ന് അവൻ അറിഞ്ഞുകൂടാ. അവനെ മർദ്ദിക്കുകയും അവനെ മുഷ്ടിയുരുട്ടി ഇടിക്കുകയും അവനെ കഠിനമായി പീഡിപ്പിക്കുകയും ചെയ്തു. കൊണ്ടുപോയി ഇങ്ങ് ദൂരെ ഏതോ കാട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയി. നാം പത്രത്തിൽ മറ്റും വായിച്ചിട്ടില്ലേ, ഒരു മനുഷ്യനെ പണ്ട് വീരപ്പൻ എന്ന് പറയുന്ന ഒരു കൊള്ളത്തലവൻ പിടിച്ചു കൊണ്ടുപോയി എന്ന്. ഏതാണ്ട് അതുപോലെ തന്നെ ഇവനെ കൊണ്ടുപോയി ഒരു വനത്തിൽ കൊണ്ടുപോയി
കണ്ണിൻ്റെ കെട്ടഴിച്ചപ്പോൾ കാണുന്നത് ഒരു വലിയ ഭയങ്കരമായ ഒരു ഇരുമ്പ് കൂടാണ്. ഇരുമ്പഴികളുള്ളൊരു കൂട്. ആ കൂട്ടിനകത്താക്കി. എന്നിട്ട് അവന് അവിടെ അവൻ്റെ കാല് കെട്ടിയിട്ടു. പക്ഷേ കയ്യിൽ ഒരു പിടി കൊടുത്തു, ഒരു പിടി, ഒരു മരത്തിൻ്റെ പിടി. ആ കൂട്ടിൽ തന്നെ മാവ് പൊടിക്കുന്ന, അരി പൊടിക്കുന്ന ഒരു സാധനമുണ്ട്. അത് തിരിച്ച് അരി പൊടിക്കാൻ പറഞ്ഞു. ഇവനതിങ്ങനെ നിരന്തരം പൊടിച്ചുകൊണ്ടിരിക്കണം. അന്നത് കഴിഞ്ഞു. പിറ്റേ ദിവസമായി. അന്നും അത് കഴിഞ്ഞു. ഇവൻ എപ്പോഴെങ്കിലും തളർന്നാൽ പുറത്ത് ചാട്ടവറാഞ്ഞു കൊള്ളും, പുറം പൊളിയും, പാവം ഉറക്ക കരയും. എന്നെ എന്തിനിങ്ങനെ പീഡിപ്പിക്കുന്നു? ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ ആരാണ്? എനിക്ക് മനസ്സിലാകുന്നില്ല. അവരൊന്നും പറയില്ല. ഇടയ്ക്ക് ഒരല്പം ഉണക്ക റൊട്ടി കൊടുക്കും, അല്പം വെള്ളവും കൊടുക്കും. നല്ല വിശപ്പുണ്ട്, നല്ല ദാഹമുണ്ട്, അതിനേക്കാളേറെ ശരീരത്തിൽ നല്ല പീഡയുണ്ട്. പാവമോടെ കിടക്കുകയാണ്. ഓരോ ദിവസവും അവൻ ചോദിക്കും, എനിക്ക് രക്ഷയ്ക്ക് മാർഗമില്ലേ? എന്നും ഞാനിങ്ങനെ കിടന്ന് നരകിച്ച് ചാകണമെന്നാണോ? ഒരു ദിവസം വന്നവൻ പറഞ്ഞു, ഇവന് ഈ ആഹാരം കൊടുക്കാൻ വന്നവൻ പറഞ്ഞു, ഒരു മാർഗമുണ്ട്, സാധിക്കുമോ? അയ്യോ, എന്താണെന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യാം. നിന്നെക്കൊണ്ട് സാധിക്കുമെന്ന് തോന്നുന്നില്ല. 1 കോടി രൂപ തരണം. പറ്റുമോ? അയ്യോ, 1 കോടി പോയിട്ട് ഒരു 1000 രൂപ കൂടി എടുക്കാൻ എൻ്റെ വീട്ടിലില്ല. ഞാൻ എവിടെ നിന്ന് തരും? മാർഗമില്ല. അവൻ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. അവൻ മുറവിളി കൂട്ടി. എനിക്ക് വേറെ ഒരു പോംവഴിയുമില്ലേ? മിണ്ടിയില്ല. ഈ ഭീകരനായ ദുഷ്ടമനുഷ്യൻ ഇവനെ വീണ്ടും അവിടെ കിടത്തിയിട്ട് അയാളുടെ വഴിക്ക് പോയി. പിന്നെ വീണ്ടും ഇടയ്ക്ക് വരും. ഇവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എനിക്ക് എന്തെങ്കിലും മോചനമുണ്ടോ? എന്തെങ്കിലും മാർഗമുണ്ടോ? ഉടനെ അവൻ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലെ രാജാവാണ് ഞങ്ങളോട് കൽപ്പിച്ച് നിന്നെ ഇവിടെ കെട്ടിയിടാൻ പറഞ്ഞത്. ആ രാജാവിന് വേണ്ടിയാണ് നീ മാവ് പൊടിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ നാട്ടിലെ രാജാവിന് വേറൊരിടത്ത് ഒരു ശത്രു രാജാവുണ്ട്. അവർ തമ്മിൽ വലിയ ശത്രുത്വമാണ്. ആ രാജാവിൻ്റെ മകനെ വളരെ മഹാനാണ്, വളരെ സുന്ദരനാണ്, വളരെ നല്ല വിദ്യാഭ്യാസമുള്ളവനാണ്. ലോകത്തിലേക്ക് ഏറ്റവും വലിയ സുന്ദരനും ഏറ്റവും വലിയ മഹാനുമായ ഒരു രാജകുമാരനുണ്ട്. ആ രാജകുമാരനെ, ഒറ്റയ്ക്കൊരു മോനെയുള്ള രാജാവിന്, ആ രാജകുമാരനെ ഞങ്ങൾക്ക് കിട്ടിയാൽ നിനക്ക് പകരമായി ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ കിട്ടിയാൽ നിന്നെ വിടാം. അയ്യോ, ഞാൻ എന്തു ചെയ്യും? ഞാനൊരു വിലകെട്ട ഒരു സാധു മനുഷ്യൻ, ഞാനൊരു സാധാരണ മനുഷ്യൻ. കിട്ടുമോ? എനിക്ക് വേണ്ടി അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ത്യാഗം സഹിക്കുമോ? ആ ഉന്നതനും ശ്രേഷ്ഠനുമായ രാജകുമാരൻ എനിക്ക് വേണ്ടി വന്ന് ഈ നിങ്ങളുടെ കയ്യിലേക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാകുമോ? അവർ പറഞ്ഞു, അത് നിൻ്റെ കാര്യം, നീ നോക്കിക്കോ. പക്ഷെ അതല്ലാതെ വേറെ പോകാൻ വഴിയില്ല. അങ്ങനെ ദിവസങ്ങൾ പിന്നെയും പോയി. ഒരു ദിവസം ഒരാൾ വന്ന് ഇവൻ്റെ ചങ്ങലക്കെട്ടുകൾ അഴിച്ചു, അവൻ്റെ ഇരുമ്പഴി തുറന്നു, അവനെ പുറത്തു കൊണ്ടുപോയി. അല്പം ഭാവന കലർത്തിയ ഒരു കഥയാണ്. അവനെ പുറത്തു കൊണ്ടുപോയി. അവൻ ചോദിച്ചു, എന്നെ എന്തിനാണ് കൊണ്ടുപോകുന്നത്? നിന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ? അല്ല, നീ ഈ നിമിഷം മുതൽ സ്വതന്ത്രനാണ്. അതെങ്ങനെ സാധിച്ചു? ഞങ്ങൾ പറഞ്ഞ ആ രാജകുമാരൻ ഞങ്ങൾക്ക് കിട്ടി. ആ രാജകുമാരൻ ഞങ്ങൾക്ക് കിട്ടത്തക്കവണ്ണം ഞങ്ങളുടെ അടുക്കലേക്ക് വന്നു. ആ രാജാവ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ആ രാജാവ് നിന്നെ സ്നേഹിച്ച് ആ രാജാവ് തൻ്റെ മകനെ നിനക്ക് പകരമായി തരാൻ ആ രാജാവിന് പ്രസാദം തോന്നിയിരിക്കുകയാണ്. അതുകൊണ്ട് ആ മകനെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. മകൻ സ്വയമേവ വന്ന് ഞങ്ങളുടെ കയ്യിൽ പെട്ടതാണ്. ഞങ്ങൾ തേടിച്ചെന്ന് കണ്ടുപിടിച്ചതല്ല, സ്വയമേവ വന്നു. നിന്നോട് എന്താണാവോ ആ രാജകുമാരന് ഇത്ര സ്നേഹം? ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ആ രാജകുമാരനെ ഞങ്ങൾ കിട്ടിയത് കൊണ്ട് ഞങ്ങൾ അവനെ ഉപദ്രവിക്കുകയാണ്, അവനെ പീഡിപ്പിക്കുകയാണ്, അവനെ ദണ്ഡിപ്പിക്കുകയാണ്. വേണമെങ്കിൽ നീ വന്നാൽ കാണിച്ചു തരാം, എന്നിട്ട് നീ സ്വതന്ത്രനായി പോയിക്കൊള്ളൂ. ഇവനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു താഴ്വരയുടെ അരികത്ത് കൊണ്ടുപോയി നിർത്തി. ഒരു കുന്നിൻ ചെരുവിൽ ഇവൻ നിന്നുകൊണ്ട് ആ താഴ്വരയിലേക്ക് നോക്കിയപ്പോൾ സുന്ദരനും കോമളനുമായ രാജകുമാരൻ അടിയേറ്റ് പിടയുകയാണ്.
രക്തമിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചാട്ട, ആ ചാട്ടയിൽ 12 വാറ്, തോൽവാറ്, 12 വാറിലും ഇരുമ്പ് കെട്ടി പോലത്തെ, ചൂണ്ടക്കൊളുത്ത് പോലത്തെ ഇരുമ്പ് മുള്ളുകൾ. ഇത് ഘടിപ്പിച്ച ചാട്ടവാറ് കൊണ്ട് ഈ രാജകുമാരനെ അടിക്കുന്നു. രാജകുമാരൻ്റെ ശരീരത്തിൽ നിന്ന് ചോര ചീറി ചീറി തെറിക്കുന്നു. ഇവന് വലിയ വേദനയായി. അവസാനം രാജകുമാരൻ പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുന്നു. ഇവൻ അവിടെ നിന്ന് വളരെ ദുഃഖത്തോടെ തലയ്ക്ക് കയ്യും കൊടുത്ത് അവൻ വേദനയോടെ ഇറങ്ങിപ്പോയി. അവൻ ആ രാജകൊട്ടാരത്തിലേക്ക് ചെന്നു. ഈ മകനെ അയച്ച രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് അവൻ ചെന്നു. അവൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, എന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ, എന്നോടിങ്ങനെ കരുണ തോന്നാൻ എന്താണ് കാരണം? എന്നെ ഇങ്ങനെ സ്നേഹിക്കാൻ അങ്ങേക്ക് എന്താണ് അങ്ങനെ തോന്നിയത്? അങ്ങയുടെ ആകെയുള്ള ഒറ്റയ്ക്കൊരു മകനെ എനിക്ക് വേണ്ടി വിട്ടുകൊടുക്കാൻ തയ്യാറായല്ലോ. എനിക്കിത് മനസ്സിലാകുന്നില്ല. ഞാൻ അതുകൊണ്ട് ഈ നിമിഷം മുതൽ ഈ രാജകൊട്ടാരം വിട്ട് പോകുന്നില്ല. ഞാൻ ഇവിടെ തന്നെ ഇരിക്കും. ഞാൻ അവിടുത്തെ വേല എന്ത് ചെയ്യണമോ അത് ചെയ്യും എന്ന് ഈ മനുഷ്യൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? കരുണയുള്ള കർത്താവ് ചെയ്തത് അതാണ്. സാത്താൻ്റെ ബന്ധനത്തിൽപ്പെട്ടു പോയ മനുഷ്യനെ സാത്താൻ്റെ കാരാഗൃഹത്തിൽ നിന്ന് വിടുവിക്കാൻ യേശുക്രിസ്തു ചെയ്തത് ഈ രക്ഷണ്യമായ വേലയാണ്. അതിനെക്കുറിച്ച് പ്രകീർത്തിക്കുന്നതാണ് സുവിശേഷം. ആ രക്ഷയുടെ മർമ്മം കണ്ടെത്തിയവർ, കരുണയുള്ള ക്രിസ്തു എന്ത് ചെയ്തു എന്ന് തിരിച്ചറിഞ്ഞവർ, തന്നെ നമുക്ക് വേണ്ടി യാഗമായി അർപ്പിക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് തിരുമനസ്സായി എന്ന് മനസ്സിലാക്കുന്നവർ അവനോടുള്ള നന്ദി കൊണ്ടും കടപ്പാട് കൊണ്ടും നിറയും. അപ്പോഴാണ് ഇടപെടാത്ത സ്തുതി ഒഴുകുന്നത്. അത് നാവിലൂടെ ഒഴുകുക മാത്രമല്ല, ഹൃദയത്തിൽ സ്തുതി നിറയുന്നു. ജീവിതം പ്രസന്നഭരിതമായി തീരുന്നു, സന്തോഷപൂരിതമായി തീരുന്നു, ആനന്ദ നിർഭരമായി തീരുന്നു, ജീവിതം ഉല്ലാസമായി തീരുന്നു. കാരണം എനിക്ക് അർഹതയില്ലാത്ത മഹാഭാഗ്യം, ഈ വലിയ പൈശാചികൻ്റെ ഉരുക്കുമുഷ്ടിയിൽ നിന്ന് ക്രിസ്തു എന്നെ വിടുവിച്ചല്ലോ. അതിന് ക്രിസ്തു കൊടുത്ത വില സ്വന്തം ജീവനാണ്, സ്വന്തം രക്തമാണെന്ന് എൻ്റെ ദൈവമേ എനിക്കിത് മനസ്സിലാകുന്നില്ലാത്തൊരു അത്ഭുത സ്നേഹമാണല്ലോ. തിരിച്ചറിയുന്നവൻ ദൈവത്തെ സ്തുതിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ചിന്തിക്കണം, എന്താണ് ക്രൂസിൻ്റെ അർത്ഥം? എന്താണ് ക്രിസ്തീയ ജീവിതത്തിൻ്റെ വില? ക്രിസ്തു ഒരു മതം സ്ഥാപിച്ചില്ല. ക്രിസ്തു മതം ഒരു മതമല്ല. മതമായി ക്രിസ്തു മതത്തെ കാണുന്നത് അത് തെറ്റായ ചിന്താഗതിയാണ്. ക്രിസ്തു സുവിശേഷം പറഞ്ഞു, ക്രിസ്തു സുവിശേഷമായി, ക്രിസ്തു സുവിശേഷം തന്നു. അതാണ് സദ്വർത്തമാനം, അതാണ് സുവിശേഷം, അതാണ് ഗുഡ് ന്യൂസ്. എന്താണത്? നരകയോഗ്യനായ എന്നെ സ്വർഗത്തിൻ്റെ അവകാശിയാക്കുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട് നിത്യതയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നിത്യജീവൻ്റെ ഉടമയാകുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന് സ്തോത്രം. അതറിയാവുന്നവരാണ് ആഴമുള്ള കുഴിയിലും ഞാൻ കുഴം ചേറ്റിലുമായിരുന്നു എന്ന് പറയുന്നത്. ഞാൻ ആഴമുള്ള കുഴിയിലും കുഴം ചേറ്റിലുമായിരുന്നു എന്ന് ദാവീദ് കൊണ്ട് പാടിയില്ലേ? ഞാൻ യഹോവയ്ക്കായി കാത്തുകാത്തിരുന്നെന്ന് ദാവീദ് പാടിയില്ലേ? നമുക്ക് ആർക്ക് പാടാൻ പറ്റും അങ്ങനെ? കാരണം നാം ആരും കാത്തുകാത്തിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നാളുകളായി ഈ കൂട്ടായ്മയിൽ വരുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ആർക്ക് പറയാൻ പറ്റും ഞാൻ കാത്തുകാത്തിരുന്ന് ദൈവനോട് കനിഞ്ഞു എന്ന്? കാത്തിരുന്നില്ല, കാത്തുകാത്തിരുന്നില്ല, പ്രാർത്ഥിച്ചില്ല, നിലവിളിച്ചില്ല. എന്നാൽ യഹോവയ്ക്കായി ഞാൻ കാത്തുകാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു, എൻ്റെ നിലവിളി കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവൻ എന്നെ കയറ്റി, എൻ്റെ കാലുകളെ ഒരു പാറമേൽ നിർത്തി, എൻ്റെ ഗമനം സ്ഥിരമാക്കി. അവൻ എൻ്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു. എൻ്റെ സ്നേഹിതരെ, ആ പാട്ട് തുടരുന്നതാണ് നിത്യസ്വർഗം. സ്വർഗത്തിൽ നിത്യം സ്തുതിക്കാം, സ്വർഗരാജ്യത്തിൽ നിത്യം ദൈവത്തെ വാഴ്ത്തിപ്പാടാം. അവിടെ സ്തുതി നിലയ്ക്കുകയല്ല, അവിടെ സ്തുതി തുടരുകയാണ്. ഇവിടെ സ്തുതി ലഭിച്ചില്ലെങ്കിൽ, ഇവിടെ ബന്ധനം അഴിഞ്ഞില്ലെങ്കിൽ സ്തോത്രമില്ല, സ്തുതിയില്ല, ഇഹത്തിലില്ല, പരത്തിലുമില്ല. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ വളരെ വിനീതനായി നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഈ സ്തുതി നിങ്ങൾക്ക് ലഭിച്ചുവോ? ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു എന്നുള്ള സാക്ഷാത്തായ ബോധ്യം നിങ്ങൾക്ക് കിട്ടിയോ?
നിങ്ങളുടെ പാപം പേറി ക്രിസ്തു ക്രൂസിൽ മരിച്ചു എന്ന് നിങ്ങൾക്കൊരു വിശ്വാസം കിട്ടിയോ? എങ്കിൽ നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യും. ഇനി മേലിൽ തിന്മയിലേക്ക് ഇല്ല എന്ന് നിങ്ങൾ തീരുമാനിക്കും. പാപം ജീവിതത്തിൽ വരികയില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കും. അതാരെയും ബോധിപ്പിക്കാനല്ല, ഏതെങ്കിലും സഭയെ ബോധിപ്പിക്കാനല്ല, ഏതെങ്കിലും സമുദായത്തെ ബോധിപ്പിക്കാനല്ല, ഏതെങ്കിലും സാമുദായിക നേതാക്കന്മാരെ തൃപ്തിപ്പെടുത്താനല്ല, അല്ല കൂട്ടായ്മയിൽ ആരെയും ബോധിപ്പിക്കാനല്ല, പ്രിയപ്പെട്ടവരെ അപ്പനെയോ അമ്മയെയോ ബോധിപ്പിക്കാനല്ല, ഭാര്യയോ ഭർത്താവിനെയോ അറിയിക്കാനല്ല. എന്നാൽ എൻ്റെ നാഥ, നീ എനിക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചല്ലോ എന്നുള്ള ചിന്തയിൽ നിന്ന് സ്നേഹം മുതിർന്ന് ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ സ്വന്തമായ അനുഭവം പ്രാപിക്കുക. അതിനാണ് പ്രിയരെ നാം ഇങ്ങനെ കൂടി വരുന്നത്. അതിനാണ് നാം ദൈവത്തെ സ്തുതിക്കുന്നത്. അതിനാണ് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മെ തന്നെ അർപ്പണം ചെയ്യുന്നത്. അതാണ് സാക്ഷാത്തായ ക്രിസ്തീയ ജീവിതം. ആ മഹാഭാഗ്യത്തിലേക്ക് ഇപ്പോൾ ഞാൻ നിങ്ങൾ ക്ഷണിക്കട്ടെ. നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കുവീൻ. ക്രിസ്തുവിനോട് വാക്ക് പറയുവീൻ. നാഥ, ഇന്നു മുതൽ ഞാൻ നിന്റെ വക, എൻ്റെ സകല പാപങ്ങളും പോക്കി എന്നെ കഴുകണമേ. നിങ്ങൾ പ്രാർത്ഥിപ്പീൻ. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായി ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ വാക്കുകളെ കേട്ട നിന്റെ ഈ മക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. എല്ലാവരുടെയും പാപത്തിന്റെ ബന്ധനങ്ങൾ അഴിയുവാനുള്ള അത്ഭുതകരമായ സ്വർഗീയ വ്യാപാരം ഓരോരുത്തരുടെ മേലും പതിയണമേ. എൻ്റെ നാഥ, അവിടുത്തെ ആണിപ്പാടുള്ള കരം ഓരോരുത്തരുടെയും ശിരസിൽ വെക്കണമേ. പാപത്തോട് യാത്ര പറഞ്ഞ് വിശുദ്ധിയുടെ സ്തുതി കരഗതമാക്കുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും നൽകണമേ. എല്ലാവരെയും സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് നിറയ്ക്കണമേ. എൻ്റെ നാഥ, എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമീൻ.